വെൽക്കം ടു CSCP ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1087/2026 എന്ന കോഡോട് കൂടിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരുന്നു. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപത്തെ വീഡിയോസ് സെർച്ച് ചെയ്ത് കാണാം കേട്ടോ. പിന്നെ നമ്മൾ കോപ്പറേറ്റീവിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും PDF നോട്ട്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസിൽ നോക്കാം. അക്കൗണ്ടിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് പാർട്ടായിട്ട് വരും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് എൻറ്ററിങ് ദ ലെഡ്ജർ. ദ പ്രോസസ് ഓഫ് എൻറ്ററിങ് ദ ലെഡ്ജർ ഈസ് കോൾഡ്. ഓപ്ഷൻസ് വായിക്കാം. ജേർണലൈസിങ്, എൻറ്ററിങ്, പോസ്റ്റിംഗ്, ക്ലോസിംഗ് എൻട്രി. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദ പ്രോസസ് ഓഫ് എൻറ്ററിങ് ദ ലെഡ്ജർ, ലെഡ്ജറിൽ എൻറ്റർ ചെയ്യുന്നതിൻ്റെ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ അത്? പോസ്റ്റിംഗ് ആണ് അല്ലേ? പോസ്റ്റിംഗ് ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസർ വരുന്നത് പോസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം നോക്കണം. ജേർണലൈസിങ് എന്താണെന്ന് നോക്കണം. അതുപോലെ എൻറ്ററിങ് എന്താ? എൻറ്ററിങ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുന്നില്ല. എൻറ്റർ ചെയ്യുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ജേർണലൈസിംഗ് എന്ന് വെച്ചാൽ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ അല്ലേ? ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ്, ജേർണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? ജേർണലൈസിംഗ് എന്ന് പറയാം. പിന്നെ അത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് അല്ലേ? ജേർണലിൽ എങ്ങനെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കാം. അപ്പോൾ അത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്, കാലഗണനാ ക്രമത്തിൽ ആണ് ചെയ്യുന്നത് എന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ജേർണലൈസിംഗ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. പിന്നെ പോസ്റ്റിംഗ് ട്രാൻസ്ഫറിങ് ദ ഡെബിറ്റും ക്രെഡിറ്റും ഐറ്റംസ് ഫ്രം ജേർണൽ ടു ദ റെസ്പെക്റ്റീവ്. അതാത് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ജേർണലിൽ നിന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ഡെബിറ്റും ക്രെഡിറ്റും ഐറ്റംസ് മാറ്റി വെക്കുന്നതിനാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുക, ചെയ്യുന്നതിനാണ് പോസ്റ്റിംഗ് എന്ന് പറയുക. പിന്നെ എന്താണ് ക്ലോസിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ? അതുപോലെ അതായത് ഇപ്പോൾ നോമിനൽ ഓർ ടെമ്പററി അക്കൗണ്ട്സ് ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ആൻഡ് ട്രാൻസ്ഫറിങ് ദെയർ ട്രയൽ ബാലൻസ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. സാധാരണ നോമിനൽ അക്കൗണ്ടുകളാണ് ക്ലോസ് ചെയ്തിട്ട് അവരുടെ ബാലൻസസ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അതിൻ്റേതായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കോ മാറ്റി എഴുതുക ചെയ്യാം. അപ്പോൾ അതിനെയാണ് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുക. ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോമിനൽ അക്കൗണ്ടിലെ ഓരോ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്ത് ശേഷം അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ് ക്ലോസ് ചെയ്യുക കേട്ടോ. എൻഡ് ഓഫ് ദി ഇയർ ക്ലോസ് ചെയ്ത് അതിൻ്റെ ബാലൻസ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അവർ റെസ്പെക്റ്റീവ് ട്രേഡിംഗ് അക്കൗണ്ടാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. എന്നിട്ട് അൾട്ടിമേറ്റായി കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസ് എന്താ ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അതിനെയാണ് ക്ലോസിംഗ് എൻട്രി എന്ന് പറയുക. അതാണ് ഇത് 3. നമ്മുടെ ഉത്തരം പോസ്റ്റിംഗ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ അസറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ ദ ഓണേഴ്സ്, ഇക്വിറ്റി ആൻഡ്. ടോട്ടൽ അസറ്റ്, ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ അസറ്റിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓണേഴ്സ് ഇക്വിറ്റി ഉണ്ട്, പിന്നെ എന്താണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസിൽ കറണ്ട് അസറ്റ് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ഇൻകം ഏൺഡ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണർ കൊണ്ടുവന്നതും പിന്നെ കൂടാതെ അയാളുടെ ബാധ്യത ഉണ്ടാവും. അയാൾ സ്വന്തം എല്ലാം അയാളുടെ തന്നെ ആവണമെന്നില്ല, പുറത്തുനിന്ന് അയാൾ കടങ്ങൾ ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് ഓണേഴ്സ് ഇക്വിറ്റിയും ലയബിലിറ്റീസും കൂടിയതാണ് ആര്? ടോട്ടൽ അസറ്റ്. ഓർഗനൈസേഷൻ്റെ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഓണറുടെ ഇക്വിറ്റിയും പുറത്തുനിന്നുള്ള ലയബിലിറ്റീസുമാണ്. അപ്പോൾ അത് ലയബിലിറ്റീസ് എന്ന ഒറ്റ വാക്കുകൊണ്ട് നമ്മളത് പഠിച്ചാൽ മതി. ഇപ്പോൾ ഓണേഴ്സ് ഇക്വിറ്റിയും ലയബിലിറ്റീസും കൂടിയതാണ് ടോട്ടൽ അസറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക ഏതാണ്? ലയബിലിറ്റീസാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഓണേഴ്സ് ഇക്വിറ്റി റെപ്രസെൻറ്റ്സ് ദ ബിസിനസ് ഓണേഴ്സ് റെസിഡ്വൽ ക്ലെയിം ഓൺ അസറ്റ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ലയബിലിറ്റീസ്. അതായത് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണറുടെ ലയബിലിറ്റീസ് എല്ലാം കിഴിച്ചിട്ട് അല്ലെങ്കിൽ ലയബിലിറ്റീസ് എല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ട് ഉള്ള ആ അസറ്റിന്മേൽ അയാൾക്കുള്ള ക്ലെയിമാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റീസൊക്കെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ആ ബിസിനസ് ഓണർക്ക് അസറ്റിന്മേലുള്ള ക്ലെയിമാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. ഓണേഴ്സ് ഇക്വിറ്റി എന്താണെന്ന് ചോദിക്കാം. അടുത്തത്, വെൻ കറണ്ട് ലയബിലിറ്റീസ് ആർ ഡിഡക്റ്റഡ് ഫ്രം കറണ്ട് അസറ്റ്സ്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് ലയബിലിറ്റീസ് കറണ്ട് അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ നമുക്ക് അറിയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ, അതുപോലെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ചില സമയത്ത് ചോദിക്കാറുണ്ട്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ചില സമയത്ത് ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമാണ്, അറിയുന്നതാണ് എല്ലാവർക്കും, എന്നാലും ഒന്ന് നോക്കി വയ്ക്കാം നമുക്ക് ആ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് കറണ്ട് അസറ്റ് എന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? വർക്കിംഗ് ക്യാപിറ്റലല്ലേ കിട്ടുക. അപ്പോൾ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറച്ചാൽ കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ് വരിക. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ടോട്ടൽ കറണ്ട് അസറ്റ് ആണ്. എല്ലാ കറണ്ട് അസറ്റ്സിൻ്റെയും മൂല്യമാണ് എന്ത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓരോന്നായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്യാഷ് പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ പ്ലസ് ഇൻവെൻറ്ററി പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഉള്ളതും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള, ഈ 3 ക്വസ്റ്റ്യനും എളുപ്പമായിരുന്നു അല്ലേ, എല്ലാവർക്കും കിട്ടുന്നതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇത്തിരി ചിന്തിക്കണം. റാപ്പിഡ് ഡിപ്രീസിയേഷൻ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ബെനഫിറ്റ്സ് ആൻഡ് ഡാഷ്. റാപ്പിഡ് ഡിപ്രീസിയേഷൻ അതായത് ത്വരിതഗതിയിലുള്ള ഡിപ്രീസിയേഷൻ കൂടുതൽ ബെനഫിറ്റുകൾ ഉണ്ടാക്കും ആൻഡ് പിന്നെ എന്താ ഉണ്ടാക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അസറ്റ് വാല്യൂ ഇൻക്രീസ്ഡ് ആവുമോ, ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ആവുമോ, റെഡ്യൂസ്ഡ് ക്യാഷ് ഫ്ലോ ആവുമോ, ഇതാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. നമ്മുടെ ഉത്തരമായിട്ട് നമുക്കുള്ളത് വരുന്നത് ഇൻക്രീസ്ഡ് ക്യാഷ് ഫ്ലോ ആണ് കേട്ടോ. ക്യാഷ് ഫ്ലോ കൂടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കണം അല്ലേ. റാപ്പിഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. റാപ്പിഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആക്സിലറേറ്റഡ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ റാപ്പിഡ് ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറയും. അതായത് ഏർലി പീരിയഡിൽ തന്നെ കൂടുതൽ ഡിഡക്ഷൻസ് കൊടുത്ത് പിന്നെ ഡിപ്രിസിയേഷൻ കൊടുക്കുന്ന മെത്തേഡാണ് എന്ത്? റാപ്പിഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ആദ്യ കാലയളവിൽ തന്നെ ഒരു അസറ്റ് വാങ്ങി നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണല്ലോ. തുടക്കത്തിൽ തന്നെ ലാർജർ ഡിഡക്ഷൻസ് ഇൻ ദ ഏർലി അസറ്റ്സ് ലൈഫ്. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മുടെ നെറ്റ് ഇൻകം കുറയ്ക്കും അല്ലേ. നെറ്റ് ഇൻകത്തിൽ ഡിപ്രിസിയേഷൻ കൂടുതൽ കാണിക്കുകയാണ്, വലിയൊരു എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെറ്റ് ഇൻകം കുറയാം. അപ്പോൾ നെറ്റ് ഇൻകം കുറയുന്നത് മൂലം നമ്മുടെ ടാക്സബിൾ ഇൻകവും റെഡ്യൂസ് ആവും അല്ലേ. ടാക്സബിൾ ഇൻകം റെഡ്യൂസ് ആവും, ടാക്സ് കുറയില്ലേ നമുക്ക്. ടാക്സും ഇൻകം കുറയുമ്പം നോർമലി നമുക്ക് അത്രയും ടാക്സ് കൊടുത്താൽ മതി. 10 ലക്ഷം രൂപയുടെ ടാക്സ് ആവില്ല നമുക്ക് 5 ലക്ഷം രൂപയാണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ അതാണ് പറഞ്ഞിട്ട് റെഡ്യൂസസ് ടാക്സബിൾ ഇൻകം. അതുകൊണ്ട് നമുക്ക് ലോവർ ഇമ്മീഡിയറ്റ് ടാക്സ് പേയ്മെൻറ്റ്സ് മാത്രമേ വരുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിപ്രീസിയേഷൻ നമ്മൾ എത്ര കൂട്ടി കാണിച്ചാലും ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസാണ്, ശരിയല്ലേ. കാരണം ഡിപ്രീസിയേഷൻ്റെ ഫലമായിട്ട് നമ്മൾ ഒരു കൊടുക്കൽ വാങ്ങലുകളും നടക്കുന്നില്ല. അതൊരു എന്താ പറയുക, ഒരു നോർമൽ പ്രൊസീജിയർ പോലെ എഴുതുന്നു. അതായത് ഓൾറെഡി അസറ്റ് വാങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ കാശ് അവിടെ ഇൻവെസ്റ്റഡ് ആണ്, അവിടെ മുടങ്ങിക്കിടക്കുകയാണ്. പിന്നെ അതിന്മേൽ പ്രത്യേകിച്ച് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ സംബന്ധിച്ച് അവിടെ ക്യാഷ് ഫ്ലോ ഉണ്ട്. അപ്പം നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ഫ്ലോ അവിടെ ഉണ്ട്. കാരണം ഇവർക്ക് ലാർജായിട്ടുള്ള ഡിപ്രീസിയേഷൻ കാണിച്ചു എന്നതുകൊണ്ട് ക്യാഷ് ഫ്ലോ കുറയുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇൻക്രീസ്ഡ് ക്യാഷ് ഫ്ലോ എന്ന് ഉത്തരം വരാൻ കാരണം കേട്ടോ. അപ്പോൾ റാപ്പിഡ് ഡിപ്രീസിയേഷൻ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ റാപ്പിഡ് എന്ന് മാറ്റിയിട്ട് ആക്സിലറേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് കൊടുക്കാം. അപ്പോൾ ആക്സിലറേറ്റർ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഇപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലും അങ്ങനെ പല മെത്തേഡിലും തുടക്കത്തിൽ തന്നെ വലിയ എമൗണ്ട് കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് വരുമാനത്തിൽ അതായത് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞതായി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് കുറച്ചടച്ചാൽ മതി. പക്ഷേ എന്നിരുന്നാലും ഇത് ഒറിജിനൽ ഒരു ക്യാഷ് എക്സ്പെൻസ് അല്ലാത്തത് കാരണം, ഡിപ്രീസിയേഷൻ ഒറിജിനൽ ക്യാഷ് എക്സ്പെൻസ് അല്ലാത്തത് കാരണം നമ്മുടെ ക്യാഷ് ഫ്ലോനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. അവിടെ ഇൻക്രീസാണ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ഫ്ലോ എന്നാണ് ഇവിടെ ഉത്തരം വരിക കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചിന്തിച്ചാൽ കിട്ടാവുന്ന നല്ല ക്വസ്റ്റ്യനായിരുന്നു. അസറ്റ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് എവിടെ നമ്മൾ എൻ്റർ ചെയ്യുക? ജേണൽ പ്രോപ്പറിലാണ് എൻ്റർ ചെയ്യുക. ഓക്കെ. ഇനി ഫിക്സഡ് അസറ്റ് സോൾഡ്, അപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്തു, നമ്മൾ ജേണൽ പ്രോപ്പറിൽ എൻ്റർ ചെയ്തു. ഫിക്സഡ് അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ്,
ഫിക്സഡ് അസറ്റ് വിറ്റു. എങ്ങനെയാണ് വിറ്റത്? ക്രെഡിറ്റിനാണ് വിറ്റത് കേട്ടോ. എന്നിട്ട് വിൽ ബി എൻറ്റേർഡ് ഇൻ ദ ജേണൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിൽ ബി എൻറ്റേർഡ് ഇൻ ദ ജേണൽ എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് സി ഓപ്ഷൻ വന്നിട്ടുള്ളത് ദ എമൗണ്ട് ഗിവൺ ടു പെറ്റി ക്യാഷർ ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് പെറ്റി ക്യാഷർക്ക് നമ്മളൊരു എമൗണ്ട് കൊടുക്കും അല്ലേ, അതാണ് ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്നത്. അതും ശരിയായ പ്രസ്താവന തന്നെയാണ്. ദ പർച്ചേസ് ഡേ ബുക്കിനെ എന്ത് വിളിക്കാം? ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ എന്ന് വിളിക്കാം. പർച്ചേസ് ഡേ ബുക്ക് അറിയപ്പെടുന്ന വേറൊരു പേരാണെന്ത്? ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. സബ്സിഡിയറി ബുക്സ് എന്നുള്ള ഭാഗം നന്നായി നോക്കണം കേട്ടോ, അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരിക. അപ്പോൾ സബ്സിഡിയറി ബുക്സ് ഡെയിലി അല്ലെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കാം, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാവില്ല. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഫിക്സഡ് അസറ്റ് സോൾഡ് ചെയ്യുന്നത് ജേണലിലാണ് എൻ്റർ ചെയ്യുക എന്ന പ്രസ്താവന തെറ്റാണ്. അതെന്തുകൊണ്ട് നോക്കാം. കാരണം ഫിക്സഡ് അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ് എവിടെ തന്നെയാണ് എൻ്റർ ചെയ്യുക? ജേണൽ പ്രോപ്പറിൽ തന്നെയാണ് എൻ്റർ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ജനറൽ ജേണൽ എന്നറിയപ്പെടുന്നതാണ് ഈ ജേണൽ പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സെയിൽസ് ഡേ ബുക്കിൽ എന്തായാലും കാണിക്കാൻ പറ്റില്ല. കാരണം ഇത് ഒരു വല്ലപ്പോഴും അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ല. ഫിക്സഡ് അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. അത് സെയിൽസ് ഡേ ബുക്കിൽ കാണിക്കുന്നത് റെഗുലർ ആയിട്ടുള്ള ഗുഡ്സും ഇൻവെൻറ്ററീസിൻ്റെയും ക്രെഡിറ്റ് സെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുക, സെയിൽസ് ഡേ ബുക്കിൽ കാണിക്കുക. അതായത് കണ്ടിന്യൂസ് നേച്ചറിലുള്ളത്, റിപ്പിറ്റേറ്റീവ് നേച്ചറിലുള്ളത് റിപ്പിറ്റേറ്റീവ് നേച്ചർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു നോൺ റൊട്ടീൻ ട്രാൻസാക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. റൊട്ടീനായിട്ട് ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫിക്സഡ് അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇവിടെ സെയിൽസ് ഡേ ബുക്കിൽ കാണിക്കാറില്ല കേട്ടോ. അതാണ് ഒരു റീസൺ. ഇനി അങ്ങനെ എങ്ങാനും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഫിക്സഡ് അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ് എവിടെ കാണിക്കുക? ജേണൽ പ്രോപ്പറിൽ തന്നെയാണ് കാണിക്കുക, സെയിൽസ് ഡേ ബുക്കിലല്ല കാണിക്കുക. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. ബാക്കി 3 പ്രസ്താവനയും ശരിയാണ്. അസറ്റ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ദ ജേണൽ പ്രോപ്പർ. ദ എമൗണ്ട് ഗിവൺ ടു പെറ്റി ക്യാഷർ ഇൻ അഡ്വാൻസ് ഈസ് നോൺ ആസ് ഇംപ്രസ്ഡ് മണി. ദ പർച്ചേസ് ഡേ ബുക്ക് ഈസ് ഓൾസോ കാൾഡ് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ R&P അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഇൻസ്റ്റഡ് ഓഫ്. അപ്പോൾ ഇത് R&P എന്നതുകൊണ്ട് തന്നെ കുറേ പേര് തെറ്റിച്ചു അല്ലേ. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നമ്മൾ R&D എന്നാണ് പറഞ്ഞു കേൾക്കാറ്. ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ആയിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക. ഉത്തരം എന്താണ്? ക്യാഷ് ബുക്കിന് പകരമാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ അങ്ങനെ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് R&D പ്രിപ്പയർ ചെയ്യുന്നത് ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണെന്ന്. R&D ആണ് കേട്ടോ. R&D പ്രിപ്പയർ ചെയ്യുന്നത് ആരുടെ സഹായത്തോട് കൂടിയിട്ടാണെന്ന് വെച്ചാൽ ജനറൽ ലെഡ്ജർ ഉപയോഗിച്ചിട്ടാണ് R&D പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഓക്കെ, ജനറൽ ലെഡ്ജർ ഉപയോഗിച്ചിട്ടാണ് R&D പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇവിടെ അങ്ങനെ തന്നെ പഠിക്കുക. ഇന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി R&P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആണ്. എന്തിനു പകരമാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ബുക്കിന് പകരമാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ R&D പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജനറൽ ലെഡ്ജർ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എറേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. എറേഴ്സ് ഒന്നും പഠിക്കാതെ പോകരുത്, തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ എറേഴ്സ് ക്യാൻസൽഡ് ബൈ ദംസെൽസ്, സ്വയം ക്യാൻസലായി പോകുന്ന എറേഴ്സിന് എന്ത് പേരിൽ അറിയപ്പെടും എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സ്വയം അങ്ങനെ എറർ ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? കോമ്പൻസേറ്റ് ചെയ്ത് പോകുക എന്നാണ് പറയുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് കോമ്പൻസേറ്റിംഗ് എറർ എന്നാണ് അതിൻ്റെ പേര്. കോമ്പൻസേറ്റിംഗ് എറർ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ട്രയൽ ബാലൻസ് കാണിക്കുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതൽ. അപ്പോൾ ട്രയൽ ബാലൻസ് കാണിക്കുന്ന എറേഴ്സ് ഏതൊക്കെയാണ്, ട്രയൽ ബാലൻസ് കാണിക്കാത്ത എറേഴ്സ് ഏതൊക്കെയാണ്? എറേഴ്സ് ഒരുപാട് പറയാനുണ്ട്, ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ആ ഭാഗം മാത്രം, ട്രയൽ ബാലൻസ് കാണിക്കുന്നതും കാണിക്കാത്തതും മാത്രം ജസ്റ്റ് നമുക്കൊന്ന് വേഗം ഓടിച്ചു പോകാം കേട്ടോ. എല്ലാം കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ ഉള്ള ഒരു സമയപരിമിതി കാരണമാണ്. അപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന എറേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വൺ സൈഡഡ് ഒമിഷൻ, ഒരു സൈഡ് മാത്രം ഒമിറ്റ് ചെയ്ത് പോവുക. അപ്പോൾ റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ബട്ട് കംപ്ലീറ്റ്ലി ഒമിറ്റിംഗ് ടു ദ പോസ്റ്റ് ഇറ്റ് ടു വൺ ഓഫ് ദ അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജറിലാണ് വൺ സൈഡഡ് ഒമിഷൻ വരുന്നത്. അപ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യും ആര്? ട്രയൽ ബാലൻസ് പിന്നെ കറക്റ്റായിട്ട് എന്താവില്ല, ടാലി ആവില്ല. അപ്പോൾ അവയെ മനസ്സിലാവും. എറേഴ്സ് ഇൻ കാസ്റ്റിംഗ്, ടോട്ടൽ ചെയ്യുമ്പോഴത്തെ തെറ്റുകൾ. അപ്പോൾ അരിത്തമെറ്റിക്കൽ മിസ്റ്റേക്സ് ആണ് മെയ്ഡ് വൈൽ ടോട്ടലിംഗ്. ഡെബിറ്റോ ക്രെഡിറ്റ് കോളം ഏതോ ആവാം, സബ്സിഡിയറി ബുക്കോ ലെഡ്ജർ അക്കൗണ്ടോ ഒക്കെ കൂട്ടുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എറർ ഓഫ് കാസ്റ്റിംഗ് അത് ഡിസ്ക്ലോസ് ചെയ്യും ട്രയൽ ബാലൻസ്. പിന്നെ ബാലൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടായി, അപ്പോൾ എറേഴ്സ് ഇൻ ബാലൻസിങ്. പിന്നെ പോസ്റ്റിംഗ് ടു റോങ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുക, അതും എന്താണ് ഡിസ്ക്ലോസ് ചെയ്യും കേട്ടോ ട്രയൽ ബാലൻസ്.
ഇൻകറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. എമൗണ്ടുകൾ 500 എന്ന് ഉള്ള വേണ്ടത് 50 എന്ന് എഴുതുക. അങ്ങനെ റെക്കോർഡിങ് എ പേയ്മെൻറ്റ് ഓഫ് 500 ആസ് 50 എന്ന് എഴുതുക. ഒമിറ്റിംഗ് എ ബാലൻസ്, ഏതെങ്കിലും ഒരു ബാലൻസ് വിട്ടു പോവുക, ഒമിറ്റ് ചെയ്ത് പോവുക. പാർഷ്യൽ ഒമിഷൻ, പാർട്ട് മാത്രം എന്ത് ചെയ്യുക, ഒമിറ്റ് ചെയ്യുക. റെക്കോർഡിങ് ആൻ എമൗണ്ട് ഓൺലി ഓൺ വൺ സൈഡ് മാത്രം, മറ്റു സൈഡിൽ ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ എന്താണ്, എഗ്രിമെൻറ്റ് ബാധിക്കും, ട്രയൽ ബാലൻസിനെ ബാധിക്കും. അതുകൊണ്ട് ട്രയൽ ബാലൻസ് മനസ്സിലാവും ഇങ്ങനെ എറർ ഉണ്ട് എന്ന്. അടുത്തത് എറേഴ്സ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ബൈ ട്രയൽ ബാലൻസ്, ഡിസ്ക്ലോസ് ചെയ്യാത്തതാണ്. എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൾ ആണെങ്കിൽ വയലേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ സച്ച് ആസ് റെക്കോർഡിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലൈക്ക് ബൈയിങ് ഫർണിച്ചർ, അത് റൊട്ടീൻ അതാണ്. ഇതൊന്നും നോട്ട് ഡിസ്ക്ലോസ്ഡ് ആണ്, ട്രയൽ ബാലൻസ് ഡിസ്ക്ലോസ് ചെയ്യില്ല. എറേഴ്സ് ഓഫ് കമ്മീഷൻ വരുന്നുണ്ട്. കമ്മീഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻകറക്റ്റ് എമൗണ്ട് ബോത്ത് ഡെബിറ്റിലും ക്രെഡിറ്റിലും ആണെങ്കിലും, അതുപോലെ പോസ്റ്റിംഗ് ദ കറക്റ്റ് എമൗണ്ട് ഇൻ ദ റോങ് പേഴ്സൺസ് അക്കൗണ്ട്, അങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. കോമ്പൻസേറ്റിംഗ് എറേഴ്സും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഡിസ്ക്ലോസ്ഡ് ചെയ്യില്ല, ട്രയൽ ബാലൻസിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇത് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എറേഴ്സ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ബൈ ട്രയൽ ബാലൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ, ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ കോമ്പൻസേറ്റിംഗ് എററാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ഇമ്പോർട്ടൻ്റ് അറ്റ് ദ സെയിം ടൈം ബിഗിനിങ് ഓഫ് ദ അക്കൗണ്ടിങ് പ്രോസസ്സ്. അക്കൗണ്ടിങ് പ്രോസസ്സ് എവിടെയാണ് ബിഗിൻ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എവിടെ എന്ത് എൻഡ് ചെയ്യുന്നു എന്ന് പഠിക്കുക. ഒന്ന് എൻഡ് ചെയ്തിട്ടാണല്ലോ ഒന്ന് തുടങ്ങുക. അപ്പോൾ അത് നമുക്ക് ആ ഒരു വാചകം ഓർത്താൽ എളുപ്പമായി. അക്കൗണ്ടിങ് ബിഗിൻസ് എക്സാക്ട്ലി വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്, അല്ലേ? ബുക്ക് കീപ്പിംഗ് എവിടെ അവസാനിക്കുന്നുവോ അവിടെ എന്ത് തുടങ്ങും, നമ്മുടെ അക്കൗണ്ടിങ് തുടങ്ങും എന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് ആണ് ആരുടെ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരുടെ ബിഗിനിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ബിഗിനിങ് അല്ലേ? അപ്പോൾ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് വേർ അക്കൗണ്ടിങ് ബിഗിൻസ് അല്ലേ? അപ്പോൾ ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒരു എന്താ പറയുക, റെക്കോർഡിംഗ് ഫേസ് ആണ് നടക്കുന്നത്. ബുക്ക് കീപ്പിങ്ങിൽ എന്താ നടക്കുന്നത്? ബുക്ക് കീപ്പിങ്ങിൽ റെക്കോർഡ് ചെയ്യലാണ് നടക്കുന്നത് അല്ലേ? റെക്കോർഡിങ് നടക്കുന്നുണ്ട്, പിന്നെ പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ബാലൻസിങ് നടക്കുന്നുണ്ട്. ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്? ബുക്ക് കീപ്പിങ്ങിലാണ് നടക്കുന്നത് കേട്ടോ. റെക്കോർഡ് ചെയ്യുന്നു, ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് അവർ എൻ്റർ ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ജേണൽ എൻട്രീസിന് അതാത് സ്പെസിഫിക് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കോമൺ ആയ സാധനം നമ്മൾ സ്പെസിഫൈ ചെയ്ത് അതാതിൻ്റെ പാത്രത്തിൽ ഇട്ട് വയ്ക്കില്ലേ, അതുപോലെ ഓരോ കളറാണെങ്കിൽ എല്ലാം ഒരു കളർ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ പാത്രത്തിലിട്ട് വയ്ക്കുന്നു. ബാലൻസ് ചെയ്യുന്നു, ടോട്ടൽ ചെയ്യുന്നു, പിന്നെ ബാലൻസ് ചെയ്യുന്നു. അതൊക്കെ ബുക്ക് കീപ്പിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ റൊട്ടീനാണ്, റിപ്പറ്റേറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര എന്താ പറയുക, അനലിറ്റിക്കൽ സ്കില്ലോ സ്പെഷ്യലൈസേഷനോ ഒന്നും വേണ്ട, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അക്കൗണ്ടൻസി ആകുമ്പം ഇതൊരു അനലിറ്റിക്കൽ ഫേസോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ചെക്കിങ് വരുന്നുണ്ട്. ഈ ബുക്ക് കീപ്പേഴ്സിൻ്റെ ആക്യുറസിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, സമ്മറൈസ് ചെയ്യണം. ട്രയൽ ബാലൻസ് ഒക്കെ ഉണ്ടാക്കി ലെഡ്ജറിനെ ഒന്ന് സമ്മറൈസ് ചെയ്യുക, റിപ്പോർട്ടിങ് ചെയ്യണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യണം, ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഇതിലെന്താണ് ഡാറ്റ, പ്രോഫിറ്റബിലിറ്റി ആണോ, ലിക്വിഡിറ്റി ഉണ്ടോ, ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ബിസിനസ്സിൻ്റെ എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഇതൊക്കെ വരുന്നത് അക്കൗണ്ടൻസിയിലാണ്. അതുകൊണ്ടാണ് അക്കൗണ്ടൻസി ഒരു അനലിറ്റിക്കൽ ഫേസോട് കൂടിയിട്ടുള്ള പ്രോസസ്സാണെന്ന് പറയുന്നത്. മറ്റേതൊരു റെക്കോർഡിംഗ് ഫേസ് മാത്രമായിരുന്നു ബുക്ക് കീപ്പിംഗ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അക്കൗണ്ടിങ് ബിഗിൻസ് എക്സാക്ട്ലി വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് എന്ന് പറഞ്ഞ പ്രസ്താവന ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ റൂൾ ഓഫ് ഡെബിറ്റ്, പിന്നെ ഓഡിറ്റിംഗ്. അതുപോലെ ഓഡിറ്റിംഗ് ബിഗിൻസ് വേർ അക്കൗണ്ടിങ് എൻഡ്സ്. അക്കൗണ്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ തുടങ്ങുന്നത്? ഓഡിറ്റിംഗ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ ഓഡിറ്റിംഗ് ബിഗിൻസ് വേർ അക്കൗണ്ടിങ് എൻഡ്സ്. ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഈ റൂള് ആരുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡെബിറ്റ്, റിസീവറിനെ ഡെബിറ്റ് ചെയ്യുകയും ഗീവറിനെ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുകയും വേണം എന്നാണ് ഈ ഒരു റൂളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ റിയൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റൂളുകളും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കാം കേട്ടോ. ആ ഭാഗത്തെ എല്ലാ റൂളുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് പോവാം. ഓക്കെ, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, ടാഞ്ചിബിൾ അക്കൗണ്ട്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? പേഴ്സണൽ അക്കൗണ്ട് അല്ലേ? ഇവിടെ ഉത്തരമായിട്ട് വരിക പേഴ്സണൽ അക്കൗണ്ടാണ്. റിസീവറും ഗീവറേയും കുറിച്ചിട്ടാണ് പറയുന്നത്. റിസീവറും ഗീവറും എന്താണ്? റിസീവറും ഗീവറും പേഴ്സണലാണ്. അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ടാണ്. ദ അക്കൗണ്ട് റെക്കോർഡിംഗ് ലോസസ് ആൻഡ് ഗെയിൻസ്. ലോസസ് ആൻഡ് ഗെയിൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള
അന്ന് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് 2 ക്വസ്റ്റ്യൻ ഒരേപോലെ വന്നു. സിമ്പിളായ ക്വസ്റ്റ്യനായിരുന്നു, പെട്ടെന്ന് ആൻസർ ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് റെക്കോർഡിങ് ലോസസും ഗെയിൻസും ഒക്കെ ക്ലാസിഫൈ ചെയ്യുന്ന ഏതിലാണ്? നോമിനൽ അക്കൗണ്ടിലാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ നോമിനൽ അക്കൗണ്ട്? നോമിനൽ അക്കൗണ്ടിന് വേറെ എന്തൊക്കെ പേരുകളുണ്ട്? ടെമ്പററി അക്കൗണ്ട് എന്ന് പറയും, അതുപോലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടുകൾ എന്ന് പറയും, ഫിക്റ്റീഷ്യസ് അക്കൗണ്ടുകൾ എന്ന് പറയും, റവന്യൂ ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് എന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നൊക്കെ പറയും. എന്തിന്? ഈ നോമിനൽ അക്കൗണ്ടിന്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് ഒരു ടെമ്പററി അക്കൗണ്ടാണ്. ഇതൊരു ജനറൽ ലെഡ്ജർ അക്കൗണ്ടാണ്. ബിസിനസ്സിൻ്റെ ഇൻകവും എക്സ്പെൻസും ഗെയിൻസും ലോസസും ഒക്കെ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇയറിലെയാണ് ഇവിടെ അറിയാൻ കഴിയുക. അതാണ് നോമിനൽ അക്കൗണ്ട്. പിന്നെ പേഴ്സണൽ അക്കൗണ്ട് തന്നെ നമുക്ക് 3 തരമുണ്ട്. നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. നാച്ചുറൽ പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറൊക്കെ, ഡെറ്റർ, ക്രെഡിറ്റർ, അക്കൗണ്ട് റിസീവബിൾ, അതൊക്കെയാണ് നാച്ചുറൽ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ. നാച്ചുറൽ പേഴ്സണൽ അവിടെ സപ്ലയേഴ്സ്, അക്കൗണ്ട്സ് പേബിളും ക്രെഡിറ്റേഴ്സും വരാം, ഓണേഴ്സ് വരാം. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് മണി ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ, ഓണേഴ്സ് അക്കൗണ്ടിലെ മണി കേട്ടോ, ഓണേഴ്സ് അക്കൗണ്ട് വരാം. പിന്നെ ഡ്രോയിങ്സ് വരാം. ഡ്രോയിങ്സ് എന്താണ്? ഒരു പേഴ്സണലാണ്, അപ്പോൾ അത് വരാം. അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പണം, ഡ്രോയിങ്സ് അക്കൗണ്ട്. എംപ്ലോയിഡ് അക്കൗണ്ട് വരാം. അത് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സംരംഭങ്ങൾ, കോർപ്പറേറ്റ് ബിസിനസ് അക്കൗണ്ട്സ്, അല്ലെങ്കിൽ ബാങ്ക്സ് ആവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഇവരൊക്കെയാണ് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നത്. ലീഗൽ എൻറ്റിറ്റീസ് ആവാം, ഓർഗനൈസേഷൻസ് ആവാം, റിക്കഗ്നൈസ്ഡ് ബൈ ലോ, അതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. ലീഗൽ എൻറ്റിറ്റീസ് ആവാം, ഓർഗനൈസേഷൻസ് ആവാം, റിക്കഗ്നൈസ്ഡ് ബൈ ദിസ് ലോ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബാങ്കിങ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ക്ലബ്ബുകൾ, അസോസിയേഷൻ, ട്രസ്റ്റുകൾ, ഇതൊക്കെ ക്ലബ്ബുകൾ, അസോസിയേഷൻ, ട്രസ്റ്റുകൾ, ഇതൊക്കെ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ടുകളാണ്. അപ്പോൾ ക്ലബ്ബ് അക്കൗണ്ട് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ടാണ്. ലോക്കൽ ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ട്, ചാരിറ്റി ട്രസ്റ്റിൻ്റെ അക്കൗണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണൽ. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത് കേട്ടോ. ബാങ്ക് അക്കൗണ്ട് ചിലപ്പോൾ വ്യക്തിയുടെ ആണെങ്കിൽ അത് പേഴ്സണൽ ആവാം. ഇത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നാലാണ് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ ആവുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റിൽ വരുമ്പോൾ. ഇനി റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ പറഞ്ഞിട്ടുണ്ട്. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ സർട്ടൻ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ മീൻ ചെയ്യാനാണ്. ഇപ്പോൾ പ്രീപെയ്ഡും അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ്ങും അങ്ങനത്തെയൊക്കെ വരുമ്പോഴാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ ആവുക. ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് അക്കൗണ്ട്, അതുപോലെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, സാലറി പേയബിൾ, ഇതൊക്കെയാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിന് ഉദാഹരണം പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് ഉണ്ട്, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണലിൽ വരുന്നത്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, സാലറി പേയബിൾ, ഇതൊക്കെ. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഗോൾഡൻ റൂളാണ് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. റിയൽ അക്കൗണ്ട് എന്താണ്? റിയൽ അക്കൗണ്ട് ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റീസ് ആവാം. ഇതൊക്കെ എവിടെയാണ്? റിയൽ അക്കൗണ്ടിലാണ് വരിക. ഇതൊക്കെ റിയൽ അക്കൗണ്ടിലാണ് വരിക. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അക്കൗണ്ട് പേയബിൾ ആണ്, അതുപോലെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്, കോമൺ സ്റ്റോക്കാണ്. ഇതൊക്കെയാണ് ഇവിടെ വരിക, ഇവിടെ റിയൽ അക്കൗണ്ടിൽ വരിക. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് റിയൽ അക്കൗണ്ട് ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി, ഈ 4 പഠിച്ചാൽ മതി. ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റിയാണ് റിയൽ അക്കൗണ്ട്. പിന്നെ വരുന്നത് നമ്മൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട് മൊത്തത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കി മനസ്സിലാക്കാം കേട്ടോ, റൂൾസ് അടക്കം. റിയൽ ആകുമ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. പേഴ്സണൽ ആകുമ്പോൾ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. നോമിനൽ അക്കൗണ്ട് ആകുമ്പോൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ ഇതൊക്കെ നോക്കി വയ്ക്കും. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ജേണൽ എൻട്രി ഫോർ സാലറീസ് പെയ്ഡ് ബൈ ക്യാഷ് ടു സ്റ്റാഫ്. അപ്പോൾ സാലറി പെയ്ഡ് ബൈ ക്യാഷ് ആണ് കേട്ടോ, സാലറി പെയ്ഡ് ബൈ ക്യാഷ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതേത് ജേണൽ എൻട്രി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജേണൽ എൻട്രി അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ജേണൽ എൻട്രീസൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എഴുതി വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ജേണൽ എൻട്രീസ് പെട്ടെന്ന് ഓർമ്മയുണ്ടാവുള്ളൂ. ഇടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കാം ജേണൽ എൻട്രീസൊക്കെ പഴയതെടുത്തിട്ട്. ഇപ്പോൾ സാലറീസ് അക്കൗണ്ടിനെയാണ് ഇവിടെ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും. കാരണം നമ്മൾ റൂൾ നോക്കിയാൽ മതി. സാലറി എന്താണ്? സാലറി ഒരു നോമിനൽ ആണ്. നോമിനൽ ഏതാണല്ലേ, നോമിനൽ അക്കൗണ്ടാണ്. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാലറിയാണ് ഇവിടെ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സാലറീസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു, ക്യാഷാണ് പോയത്, അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തു.
അതാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എവിടെയത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ഭാഗത്ത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടിടാം, പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടിടാം. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്